മുഖ്യമന്ത്രി വി ഡി സതീശനെ കുറിച്ചുള്ള പോസ്റ്റുകൾ, മുഖ്യമന്ത്രിക്ക് MDMA കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മുഹമ്മദ് ഹുസൈനുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പോസ്റ്റുകൾ, ഇതെല്ലാം വ്യാപകമായി നീക്കം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന്. വി ഡി സതീശനും നരേന്ദ്രമോദിയും രണ്ടുപേരുടെയും ചിത്രം വെച്ചുള്ള വാർത്താ കാർഡുകൾ നീക്കം ചെയ്യപ്പെടുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് പോലുമില്ലാത്ത നിയന്ത്രണങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം പിടിച്ചത് സോഷ്യൽ മീഡിയയാണ്. സംസ്ഥാന സർക്കാരിന് എതിരെയുള്ള, മുഖ്യമന്ത്രിക്കെതിരെയുള്ള വാർത്താ കാർഡുകൾ വ്യാപകമായി നീക്കം ചെയ്യപ്പെട്ടു തുടങ്ങി. ഒരു ചാനലിൻ്റെ 20-30ഓളം കാർഡുകളാണ്, വാർത്താ കാർഡുകളാണ് നീക്കം ചെയ്യപ്പെട്ടത്. ദേശാഭിമാനി, കൈരളി, റിപ്പോർട്ടർ TV, ബിഗ് TV ന്യൂസ്, ന്യൂസ് മലയാളം തുടങ്ങിയ സ്ഥാപനങ്ങളുടെ വാർത്താ കാർഡുകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് വ്യാപകമായി നീക്കി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് തുടങ്ങിയത്. അപ്പോഴേ പ്രതിഷേധമുയർന്നിരുന്നു. പ്രതിഷേധം ഉയർന്നാലെങ്കിലും അവസാനിപ്പിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ഇന്നും വ്യാപകമായി വാർത്താ കാർഡുകൾ നീക്കിക്കൊണ്ടേയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെക്കുറിച്ച്, സർക്കാരിനെക്കുറിച്ച്, അടുത്തിടെ അറസ്റ്റ് ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാവ് MDMA കേസിലാണ് അറസ്റ്റ് ചെയ്തത് എന്നോർക്കണം. അടുത്തിടെ അറസ്റ്റ് ചെയ്ത MDMA കേസിലാണ് അറസ്റ്റ് ചെയ്തത് എന്നോർക്കണം. അങ്ങനെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധം, ഇതേക്കുറിച്ചുള്ള വാർത്താക്കാരുകളും നീക്കം ചെയ്യപ്പെട്ടു തുടങ്ങി. ഇതേക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചു മാധ്യമപ്രവർത്തകർ. അദ്ദേഹം പറഞ്ഞത്, ഞാനൊന്നും അറിയില്ല, എന്നെക്കുറിച്ച് വന്ന വാർത്തകൾ, എൻ്റെ പ്രസ്താവനകൾ പോലും നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇതിനൊരു പരിഹാരം? നിങ്ങൾ മെറ്റയെ സമീപിക്കൂ, ഞാനും കൂടി ഒരു കത്ത് അയക്കാം എന്നാണ് പറഞ്ഞത് വി ഡി സതീശൻ. ഇതെല്ലാം നാടകമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ആദ്യം വി ഡി സതീശൻ പറഞ്ഞ വാക്കുകൾ കേൾക്കാം. അല്ലാതെ ഞാനോ എൻ്റെ ഓഫീസോ പറഞ്ഞിട്ട് മെറ്റ നിങ്ങളൊക്കെ കൊടുക്കുന്ന ഓൺലൈൻ ചാനലിൽ കൊടുക്കുന്ന സാധനം റിമൂവ് ചെയ്യോ? ആ സ്വാധീനം എനിക്ക് മെറ്റയിലുണ്ടോ? ഞാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യോ? മെറ്റ ചെയ്യോ? രക്തം കേൾക്കറൊന്നും മെറ്റയായിട്ടൊന്നും ഇപ്പോൾ അത് ഒരു സ്ഥലത്ത് സംസാരിച്ചിട്ടില്ല. ഒരാൾ, എൻ്റെ ഓഫീസിലെ ഒരാളും ഞങ്ങളെ ഓഫീസിൽ പറഞ്ഞാൽ മെറ്റ നിങ്ങളുടെയൊക്കെ റിമൂവ് ചെയ്യണം. മുഖ്യമന്ത്രിയുടെ വി ഡി സതീശന്റെ ഈ വാദം പൂർണ്ണമായും തെറ്റാണ് എന്ന് തെളിഞ്ഞു. റിപ്പോർട്ടർ TVയുടെ വാർത്താ കാർഡുകൾ വ്യാപകമായി നീക്കം ചെയ്തിരുന്നു. സ്വാഭാവികമായും റിപ്പോർട്ടർ TV മെറ്റയുമായി ബന്ധപ്പെട്ടു. മെറ്റ റിപ്പോർട്ടർ TVക്ക് നൽകിയ മറുപടിയിൽ കൃത്യമായും പറയുന്നു, It signifies that Meta has received a legitimate legal order from governmental body or court to limit access to the specific content within that area എന്ന് വളരെ വ്യക്തമായും പറയുന്നു ഈ മറുപടിയിൽ, റിപ്പോർട്ടർ TVക്ക് മെറ്റ നൽകിയ മറുപടിയിൽ. അതിൻ്റെ മലയാളം ഇങ്ങനെയാണ്: ഇന്ത്യയിലെ ഇൻഫർമേഷൻ ടെക്നോളജി ചട്ടങ്ങൾ പ്രകാരം സർക്കാർ അല്ലെങ്കിൽ നിയമപാലന ഏജൻസികളുടെ നിർദ്ദേശത്തെ തുടർന്ന് ഫേസ്ബുക്ക് ഒരു പോസ്റ്റ് പ്രാദേശികമായി നിയന്ത്രിക്കുമ്പോൾ ആ പ്രത്യേക ഉള്ളടക്കത്തിലേക്കുള്ള പ്രവേശനം നിശ്ചിത പ്രദേശത്ത് പരിമിതപ്പെടുത്താൻ സർക്കാർ സംവിധാനത്തിൽ നിന്നോ കോടതിയിൽ നിന്നോ മെറ്റയ്ക്ക് നിയമപരമായ ഉത്തരവ് ലഭിച്ചിട്ടുണ്ടെന്നാണ് അത് അർത്ഥമാക്കുന്നത് എന്ന് വെച്ചാൽ റിപ്പോർട്ടർ TVയുടെ പോസ്റ്റ് നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിയന്ത്രിക്കാൻ സർക്കാരിൽ നിന്നോ അതല്ലെങ്കിൽ കോടതിയിൽ നിന്നോ ലീഗൽ റിക്വസ്റ്റ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അതിന് അർത്ഥം എന്ന് പച്ചയ്ക്ക് പറയുകയാണ്. അതിനുശേഷം പറയുന്നു, പ്രസ്തുത പോസ്റ്റ് ഫേസ്ബുക്കിൻ്റെ നയങ്ങൾ ലംഘിക്കാത്തതിനാൽ നിങ്ങൾക്ക് അപ്പീൽ നൽകാൻ കഴിയില്ല എന്ന് വെച്ചാൽ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഫേസ്ബുക്ക് എങ്ങനെയാണ് പോസ്റ്റുകൾ നിയന്ത്രിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, ഫേസ്ബുക്കിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ബ്രേക്ക് ചെയ്യണം, തെറ്റിക്കണം. അതല്ലെങ്കിൽ സർക്കാർ, അതോടൊപ്പം തന്നെ സർക്കാർ ഏജൻസികൾ, കോടതി മെറ്റയെ സമീപിക്കണം. ഇവിടെ മെറ്റ കൃത്യമായും റിപ്പോർട്ടർ TVയെ അറിയിക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൽ ഒരു തെറ്റും വരുത്തിയിട്ടില്ല താങ്കൾ എന്ന് വെച്ചാൽ റിപ്പോർട്ടർ TV. അപ്പോൾ എങ്ങനെയായിരിക്കണം മാറ്റിയിരിക്കുന്നത്? ഈ കാർഡുകൾ നീക്കം ചെയ്തത് സർക്കാരോ, സർക്കാർ ഏജൻസികളോ, കോർട്ടോ എന്ന് വെച്ചാൽ പോലീസോ മറ്റ് ഏജൻസികളോ മെറ്റയെ സമീപിച്ചിട്ടുണ്ട് എന്ന്. ആരാണ് സമീപിച്ചത്? സംസ്ഥാന സർക്കാരാണോ? സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും ഏജൻസികളാണോ? അതല്ല കേന്ദ്ര സർക്കാരാണോ? കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളാണോ? ഇതാണ് അറിയേണ്ടത്. അത് വ്യക്തമാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്, മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പക്ഷേ പറയുന്നത് പച്ചക്കള്ളം. അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഞാനൊന്നും അറിയില്ല, എനിക്കറിയില്ല എന്ന്. എല്ലാം ചെയ്തു വെച്ചിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് പച്ചക്കള്ളം വിളിച്ചു പറയുന്ന ആളായി
നമ്മുടെ മുഖ്യമന്ത്രി മാറുകയാണ്. എങ്ങനെയാണ് നീക്കം ചെയ്തത് എന്ന് മെറ്റ റിപ്പോർട്ടറെ അറിയിച്ചു. റിപ്പോർട്ടർ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൽ ഒരു ബ്രേക്ക് വരുത്തിയിട്ടില്ല, തെറ്റുവരുത്തിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ചെയ്തിട്ടുണ്ടാവുക സർക്കാർ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്, സർക്കാരിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ്. ഏത് സർക്കാരാണ്? കേന്ദ്ര സർക്കാരാണോ സംസ്ഥാന സർക്കാരാണോ? സംസ്ഥാന സർക്കാരിന് വേണ്ടി പോലീസാണോ മറ്റേതെങ്കിലും ഏജൻസികളാണോ സമീപിച്ചത്? ഇക്കാര്യമാണ് ഇനി വ്യക്തമാകേണ്ടത്. അത് വ്യക്തമാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അത് പറയുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ഇപ്പോൾ റിപ്പോർട്ടർ ടിവിക്ക് മാത്രമാണ് ഈ മറുപടി ലഭിച്ചിരിക്കുന്നത്. നാളെ മറ്റ് ചാനലുകൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും ഇത്തരം മറുപടികൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ കള്ളത്തരം വെളിച്ചത്ത് വരിക. ഇതാ ഇപ്പോൾ തന്നെ പൊളിഞ്ഞു വീണിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ വാദം.